തലസ്ഥാന നഗരിയിലെ മാലിന്യ പ്രശ്നങ്ങളും തലസ്ഥാനത്തെ തോടുകളുടെയും പുഴകളുടെയും അവസ്ഥയാണ് കാണാൻ പോകുന്നത്. ഞാൻ നിങ്ങളെ രണ്ട് കാലഘട്ടം പരിചയപ്പെടുത്താം. ഒന്ന് തിരുവിതാംകൂർ ഭരണകാലത്തുള്ളത്, രണ്ടാമത്തേത് ഇപ്പോഴത്തേത്. ചരക്ക് നീക്കത്തിനും യാത്രാമാർഗത്തിനും ഉപയോഗിച്ചിരുന്ന പാർവതിപുത്രാറിന്റെ പഴയ ചിത്രങ്ങളാണിത്. മാലിന്യ കൂമ്പാരങ്ങളില്ല. ആളുകൾ അക്കാലത്ത് ഉപയോഗിച്ചിരുന്നത് മലിനമല്ലാത്ത ജലം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം മാറി. പടവും കളറായി, വെള്ളവും കളറായി. കറുത്ത് ടാറ് പോലെയാണ് ഇപ്പോൾ ഒഴുകുന്ന വെള്ളം. എന്റെ പിന്നിൽ കാണുന്ന ഈ ആമയിഴഞ്ചാൻ തോട് എന്ന് പറയുന്ന മാലിന്യവാഹിനിയുടെ ആഴങ്ങളിലേക്ക് ജോയി എന്ന് പറയുന്ന ഒരാൾ മുങ്ങിൽ താന്നത് നമ്മളാരും മറന്നിട്ടുണ്ടാകില്ല. അതിനുശേഷം കാര്യങ്ങൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടായിട്ടുണ്ടോ? ഇല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ. ജോയിയുടെ മരണശേഷം മാലിന്യ നീക്കത്തിന് ഒരല്പം വേഗത വന്നതാണ്. പക്ഷേ ഇപ്പോൾ എല്ലാം പഴയപടിയായി. ഒരു വർഷത്തിൽ 2 പ്രാവശ്യം ക്ലീൻ ചെയ്യുള്ളൂ. അത് ഇവിടെ നിന്ന് വാരും അങ്ങ് പോവും. അത് പിന്നെ വാരി കൊണ്ടുപോകാൻ വീണ്ടും 6 മാസം. ഇതിപ്പോൾ വാരി കൂട്ടിയിരിക്കുക. ഇതിന് എത്ര ദിവസം കിടക്കുമെന്ന് ആർക്കറിയാം. വെള്ളം കയറി കഴിഞ്ഞാൽ ഈ വേസ്റ്റിന് വീണ്ടും അകത്തിറങ്ങും. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും മൂക്കുപുത്തിയിരിക്കേണ്ട ഗതികേടിലാണ് ആമയിഴഞ്ചാൻ തോടിന്റെ ഓരങ്ങളിൽ താമസിക്കുന്നവർ. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും മണമുണ്ട്. പക്ഷേ ഇത് എന്ത് ചെയ്യുന്നത്? എത്രയോ വർഷമായിട്ട് ഇങ്ങനെ നടക്കുന്നതാണ്. ഇവിടെയുള്ള പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടാണ്. ഈ സ്മെല്ലും കൊതുകും അതിന്റെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുന്നില്ല. ശാശ്വതമായ പ്രശ്നപരിഹാരത്തിന് എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ സംവിധാനങ്ങൾക്ക് തിരിച്ചറിവുണ്ടായിട്ടില്ല എങ്കിലും നാട്ടുകാർക്ക് നല്ല ബോധ്യമുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ ഒരു പ്രോജക്റ്റ് എല്ലാ വർഷവും നടന്നു പോകാറുണ്ട്. അതൊരു ഉത്സവമായി നടന്നു പോകാറുണ്ട്. ഇത് ശാശ്വതമായ ഒരു പരിഹാരമാണ് ഇവിടെ ചുറ്റും താമസിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളും ആഗ്രഹിക്കുന്നത്. ആ ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് വഞ്ചൂരുള്ള ഓട അടച്ചു കെട്ടിയ പോലെ ഒരു മാലിന്യം ഒന്നും അതിനകത്ത് ഇടാൻ പറ്റാത്ത രീതിയിൽ അടച്ചും ചെയ്താൽ അത് ഇനി വെളിയിൽ നിന്നുള്ള ആൾക്കാർ വേസ്റ്റ് ഇടാൻ ബുദ്ധിമുട്ടായി മാറും. മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ കോർപ്പറേഷനും സർക്കാർ സംവിധാനങ്ങളും ഒന്നും ചെയ്യുന്നില്ല എന്നല്ല. പക്ഷേ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ നാടിനെ ഇങ്ങനെ നശിപ്പിക്കുന്നതിൽ ഒന്നാമത്തെ ഉത്തരവാദി ഇവിടെ കൊണ്ട് ഇങ്ങനെ വേസ്റ്റുകൾ വലിച്ചെറിഞ്ഞു പോകുന്ന ഓരോരുത്തരുമാണ്. സുധീഷ് തിരുവേലയ്ക്കൊപ്പം അമൽ തേനപ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.